ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ഫെസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഈ ന്യൂ ഇയറും ക്രിസ്മസും ഇതെല്ലാം പ്രമാണിച്ചിട്ട് എല്ലാ വർഷവും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, ഫംഗ്ഷൻ ഇതേമാതിരി നടക്കും. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തുന്നത് പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഗ്രൗണ്ടിലാണ്. അത് പറഞ്ഞാൽ സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ്, ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഇതിൻ്റെയൊക്കെ തൊട്ടുള്ളൊരു ഗ്രൗണ്ടുണ്ട്, അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് ദിവസം ഉണ്ടാവും അത്, ഈ ന്യൂ ഇയർ വരെയൊക്കെ, ന്യൂ ഇയർ കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാണാൻ വന്നപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പ്രേക്ഷകരിനെയൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് വലിയ സന്തോഷമായി. അതുമാതിരി അവർക്കും ഷിജുക്കുട്ടനെ പ്രതീക്ഷിക്കാണ്ട് കാണുമ്പോൾ അവർക്കും വലിയ സന്തോഷങ്ങളൊക്കെ ആയി. ഷിജുക്കുട്ടനെ എങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും പൊതുവെ അവന് ആസ്വദിക്കാറില്ല. എന്നാൽ അവിടെയുള്ള പാട്ടുകൾ, മ്യൂസിക്കുകൾ, അതേമാതിരി അവിടെ കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ, ഇതൊക്കെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാഴ്ചകളൊന്നും അവനിക്ക് അത്ര ഇഷ്ടമല്ല. അത് അവൻ്റെ ഒരു സെൻസറി പ്രശ്നത്തിൻ്റെ ഭാവവും പേടിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അവനെ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകണത്. നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോകാണ്ടിരുന്ന അവൻ്റെ പേടികളൊന്നും മാറില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടികളൊക്കെ അവനെ കൊണ്ടുപോകും പൊതുവെ. പക്ഷെ അവനാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടും പേടിച്ചിട്ടും ഇപ്പോൾ ഇത് പേടിച്ചമാതിരി നിൽക്കുകയാണ്. അവനിക്ക് പറഞ്ഞാൽ ഒരു സന്തോഷമില്ല ഈ പരിപാടിയിലെത്തിയപ്പോൾ. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകണം, ഇതൊക്കെ മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകണം അവനെ. ഷിജുക്കുട്ടൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവും അവിടെ പോകുമ്പോൾ. ഒന്നുമില്ലെങ്കിൽ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ പാട്ടും മ്യൂസിക്കും കേൾക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അവനക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്ന പെട്ടെന്ന് വേഗം തിരിച്ചു വരിക, കണ്ടിട്ട് ആ പണി പൂർത്തീകരിച്ച് വേഗം തിരിച്ചു വരിക. അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവൻ എന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലൊന്നും ഷിജുക്കുട്ടിക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പേടിച്ച് ഷിജുക്കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകരും ഷിജുവിന് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഷിജുക്കുട്ടിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും അതേമാതിരി വീഡിയോ എടുക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഷിജുവിനെ നമ്മൾ നിർത്തും. അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കുക പറഞ്ഞ് നിൽക്കുമ്പോൾ അവനിക്കാണെങ്കിൽ മുന്നോട്ട് പോകുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് അവനിക്ക് ഇഷ്ടപ്പെടാണ്ടാകുന്നത്. അങ്ങനെ അവനിക്ക് ഇഷ്ടപ്പെടാണ്ടാകുമ്പോഴാണ് അവൻ ചിലപ്പോൾ വിരലും കൊണ്ട് പെരുവിരലും കൊണ്ട് ഒരു അമത്ത് കൊടുക്കും, പിച്ചൽ. അപ്പോൾ അത് അങ്ങനെ പിച്ചാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ പെരുവിരലിൽ എപ്പോഴും പിടിപ്പിച്ചിട്ടാണ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുക. അപ്പോൾ അവൻ്റെ പെരുവിരൽ കൊണ്ട് അവൻ അമർത്തില്ല, അല്ലെങ്കിൽ അവൻ കൊണ്ടൊരു അമർത്ത് കൊടുക്കും. പിന്നെ അവൻ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും അവനിക്ക് അറിയില്ലല്ലോ. അവൻ്റെ വില അവനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും സഹകരിച്ച് നിന്ന് കൊടുക്കും. പക്ഷെ അവന് അതിനൊന്നും നിൽക്കില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവർ ഫോട്ടോ കൊടുക്കുന്നതിനും ഷേക്ക് ഹാൻഡ് കൊടുക്കണമൊക്കെ നമുക്കൊക്കെ സന്തോഷം തന്നെയാണ്. അവനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം നല്ല തൃപ്തിയും സന്തോഷം തന്നെയാണ്. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഷിജുക്കുട്ടനെ വളരെ സ്നേഹത്തിൽ ഷിജുക്കുട്ട പറഞ്ഞ് വന്ന് കൈ കൊടുക്കാൻ വരും. കൈ കൊടുത്തു കഴിഞ്ഞാൽ ഷിജുക്കുട്ടൻ ചില സമയത്ത് ഒരു പിച്ച് കൊടുക്കും. പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കരഞ്ഞിട്ട് പറയും, ഇനി ഞാൻ ഷിജുക്കുട്ടൻ്റെ അടുത്ത് മുണ്ടുകേയില്ല പറയും. നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഷിജുക്കുട്ടൻ്റെ സ്വഭാവ രീതി നന്നായിട്ട് അറിയും. അതുകൊണ്ട് അവർ ഫോട്ടോ എടുക്കുന്നത് കൊണ്ടോ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ തടഞ്ഞു നിർത്തിയും ഫോട്ടോ കൊടുത്തും അവനെ ബുദ്ധിമുട്ടിച്ചിട്ടും തന്നെയാണ് അവൻ്റെ സ്വഭാവ രീതി മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അതിന് മുന്നിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ചിലവരൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ എന്തെങ്കിലും ഉപദ്രവിക്കുമോ പറഞ്ഞ് പേടിച്ച് നിൽക്കും. ഇത് പലവരും പേടിച്ച് നിൽക്കാണ്ട് ധൈര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളത്. പക്ഷെ ചിലപ്പോൾ പിച്ചും പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പെരുവിരൽ പിടിക്കും. ഇവനേക്ക് ആ ഒരു സ്വഭാവം ഉണ്ട്. അപ്പോൾ വലിയവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഇത്തിരി ചെറിയ മാന്തിയാലോ. കുട്ടികൾക്കാകുമ്പോൾ അത് അറിയില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ. ചില കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഷിജുക്കുട്ടൻ്റെ അടുത്ത് മുണ്ടില്ല പറയും, വലിയ സ്നേഹത്തിൽ വന്നിട്ട് പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറയും, ഷിജുക്കുട്ടനെ മറക്കാണ്ടിരിക്കാൻ ഒരു പിച്ച് തന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസമെടുത്ത് കണ്ടില്ല, എന്നെ കടിക്കുന്നത് കണ്ടില്ല അവന്. എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമ്പോൾ അവനെയും തിരിച്ച് അതുമാതിരി ഉപദ്രവിക്കുന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. പക്ഷേ എനിക്ക് ഷിജുക്കുട്ടനെ അങ്ങനെ ചെയ്യാനൊന്നും മനസ്സ് വരില്ല. അതെന്താ പറഞ്ഞാൽ അവനെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. അവനിക്ക് ഇത്തിരി എളുപ്പമുള്ള ആൾ ഞാനാണ്. അവൻ്റെ ഇഷ്ടത്തിനും എല്ലാത്തിനും നിന്നു കൊടുക്കുന്ന ആൾ ഞാനാണ്. അവനിക്കറിയാം എന്നെ അങ്ങനെ വേദനിപ്പിക്കുന്നുമില്ല. അവനിക്ക് പെട്ടെന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളിനെ പ്രതികരിക്കാൻ വേണ്ടിയാണ് അവനത് ചെയ്യുന്നത്. അവനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ.
നമ്മൾ അവനെ എപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും അവനിക്ക് ഇഷ്ടപ്പെടാത്ത പല പ്രശ്നങ്ങളിലേക്കും നമ്മൾ അവനെ തള്ളിക്കൊണ്ടുപോവുക ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നത്. അല്ലാണ്ട് അവൻ വെറുതെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഉപദ്രവിക്കുക, തല്ലുക, അടിക്കുക, ആക്രമിക്കുക ഒന്നും ചെയ്യില്ല. അവൻ്റെ പാട്ട് വിടുകയാണെങ്കിൽ അവൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. നമ്മൾ അവനെ എപ്പോഴും അവനെ ചട്ടം പഠിപ്പിക്കണ മാതിരി പലതും അവനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പല കാര്യത്തിനും അവനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും അവനെ ചെയ്യിപ്പിക്കുക. അത് പറഞ്ഞാൽ അവനിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവൻ എന്നെ ചെയ്യണത്. പക്ഷെ അതൊക്കെ ചെറിയ രീതിയിലേ ചെയ്യുള്ളൂ. ഇവരൊക്കെ എന്നെ തല്ലുക, അടിക്കുക എന്നൊക്കെ പറയും. നമുക്കൊന്നും അതിനുള്ള മനസ്സിൽ വരില്ല. അത് എനിക്ക് അതിന് അങ്ങനെ കഴിയില്ല. എനിക്ക് അവനങ്ങനെ ചെയ്യാൻ കഴിയില്ല. എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമാണ്. അവൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ അവൻ അങ്ങനെ ചെയ്യില്ല. ഷിജുക്കുട്ട എന്നെ കടിക്കാനും അതേമാതിരി പിച്ചാനും മാന്താനൊക്കെ കടിക്കാൻ വായി തുറന്നിട്ടൊക്കെ വരും. പക്ഷെ എന്നെ അവൻ ദേഷ്യത്തിൽ വരികയാണ്. പക്ഷെ എന്നെ ഒരിക്കലും അമർത്തി കടിക്കില്ല. അവന് ഒരു ചെറിയൊരു കടിയൊന്നും എന്താ ഷിജുക്കുട്ട പറയുമ്പോഴേക്കും അവൻ വിടും. അതേമാതിരി എന്തെങ്കിലും പിച്ച് വേണമെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ എന്താ ഷിജു ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അവൻ വിടും. അങ്ങനെ വലിയ ബലത്തിൽ എന്നെ ഒരിക്കലും അവൻ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ അവൻ്റെ ഉമ്മാനെ, പപ്പാനെ, അനിയത്തിനെ, വേറെ ആരിനെ അവൻ ഉപദ്രവിക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ വരികയാണെങ്കിൽ എന്നെ ചെയ്യുക. എന്നെ ഇത്തിരി എളുപ്പം കൂടുതലാണ്. ഇതൊരു വലിയൊരു കുന്നിന്ന് വെള്ളം ചാടുന്ന മാതിരിയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, നയാഗ്ര വെള്ളച്ചാട്ടം മാതിരി. അപ്പോൾ ഇതിൻ്റെ കയറ്റത്തേക്ക് ഞാൻ ഷിജുക്കുട്ടനെ വലിച്ചു കൊണ്ടുപോകുന്നു തള്ളിയിട്ട്. അവനിക്ക് പേടിയാണ്. ഇതാണ് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം. ഞാൻ വലിക്കുക, അവൻ്റെ പപ്പ എക്സ്ട്രാ തള്ളുക, അവൻ അങ്ങോട്ട് വലിക്കുക. അവനിക്കാണ് ശക്തി കൂടുതൽ, എനിക്കത്ര ശക്തിയൊന്നുമില്ല. എന്നാലും എൻ്റെ വലിക്ക് അവൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് വരികയാണ്. ഇങ്ങനെയൊക്കെയാണ് അവനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവനിക്ക് ഇത് തീരെ ഇഷ്ടമല്ല. എന്താ പറഞ്ഞാൽ വെള്ളം നല്ല തണുപ്പുണ്ട്, പിന്നെ ഈ കയറ്റത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ, മാമ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ചിലപ്പോൾ ഞാൻ മേലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലുള്ള പേടിയൊക്കെയാണ് അവനിക്കുള്ളത്. അങ്ങനെ ഒക്കെ അവൻ ഞാൻ മാമി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും എന്നുള്ള സ്ഥിരമായ ഒരു അനുഭവം കൊണ്ടാണ് അവൻ പലപ്പോഴും പേടിക്കുന്നത് പല കാര്യത്തിനും. അതും കഴിഞ്ഞ് അവിടെ ഒരു പായക്കപ്പലുമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഷിജുക്കുട്ടനെ ഞാൻ അങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ച് കയറ്റി കൊണ്ടുപോയി. അപ്പോൾ അതും എനിക്ക് പേടിയാണ്. ഈ കയറ്റവും ഹൈറ്റും ഇറക്കവും ഒക്കെ ഉള്ളത് കൊണ്ട് അതും പേടിയാണ്. മുമ്പ് ചെറുതായിരിക്കുമ്പോഴൊന്നും അവനിക്ക് ഇങ്ങനെയുള്ള പേടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പേടികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഷിജുക്കുട്ടൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കുന്നും ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതും അവനിക്കത് ഇഷ്ടമില്ലാണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ ഇവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണം. അത് അവൻ്റെ ഒരു സെൻസറി പ്രശ്നമാണ്. ഓരോരോ കുട്ടികൾ ഓരോ തരമായിരിക്കും. ചിലർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചില കുട്ടികൾ ഓരോരുത്തർ വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും. ഷിജുവിന് ഇതാണ് പ്രശ്നം. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറും, പിന്നെയും ചിലപ്പോൾ വീണ്ടും അങ്ങനെ വരും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ രീതി. എന്തായാലും ഷിജുവിൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും നല്ല കഠിനമായ പരിശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനിക്ക് അതിൽ ചെറിയ ചെറിയ പുരോഗതിയുണ്ട്. അപ്പോൾ ഇവിടെ കാണാനൊക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ചാർജ് 120 രൂപയാണ്. അത് ഇത്തിരി കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കുന്നത് ശരിക്കും ഇത്തിരി ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വെക്കണം. അപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ദുബായ് ഫെസ്റ്റ് പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് അത്രയും വിട്ട് ദൂരെയാണ്. ഇത് ടൗണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിലേ സ്ഥലവും ഇല്ല. ജനങ്ങൾ നിറയെ വന്ന് കണ്ടമാനം കാറുകളും മോട്ടോർ സൈക്കിളും വന്ന് റോഡൊക്കെ ബ്ലോക്കായി ഭയങ്കര പ്രശ്നം. ഇതേമാതിരി വലിയ ഫെസ്റ്റൊക്കെ വെക്കുമ്പോൾ ഗവൺമെൻറ് ഇത്തിരി ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ചെയ്യണം. ഈ തിരക്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യവും വെക്കുമ്പോൾ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ 120 രൂപ പറഞ്ഞാൽ കൂടുതൽ തന്നെയാണ്. അത്രയ്ക്കുള്ളതൊന്നുമല്ല. ഈ വേറെ ഇങ്ങനത്തെ ഓരോരോ യന്ത്രം ഒഴിഞ്ഞാലും ഓരോന്നിൽ ഇരിക്കുന്നതിനും വേറെ പൈസ കൊടുക്കണം. അവിടെ കാണുന്നതിന് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ മാത്രമാണ് 120 ഫീസ്. അത് ഇത്തിരി കൂടുതൽ തന്നെ എന്താണെങ്കിലും ഇതിനൊക്കെ വേറെ പൈസയും കൊടുക്കണം. പിന്നെ അവിടെ കഴിക്കാനുള്ളതും കത്തി, കൊടുവാള്, അങ്ങനെയുള്ള പല പണ്ടകാലത്തുള്ള മുട്ടായികൾ, അച്ചാർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ഈ യന്ത്രം ഒഴിഞ്ഞാലൊക്കെ ഷിജുക്കുട്ടനയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒരു 3-4 വർഷം മുമ്പൊക്കെ നിറയെ ഇരുന്നിട്ടുണ്ട്. അത്ര ഇരുന്നാലും എനിക്ക് മതിയായില്ല. ഇപ്പോൾ ഈ പേടി പിടിച്ച കാരണം നമുക്കും ഇരുത്താൻ പേടിയാണ്. എന്താ പറഞ്ഞാൽ ഇത് കറക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നിർത്തണം പറഞ്ഞാൽ നിർത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് നമ്മളതിൽ കയറ്റി ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അവരെന്നെ നമ്മളുടെ നേരിട്ട് വന്ന് ചീത്ത പറയും, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞ് കയറ്റി എന്നുള്ളത്. അപ്പം നമ്മൾ ഇവൻ അതിലൊന്നും നമ്മൾ ഇരുത്തിയില്ല.
അപ്പോൾ അവിടുത്തെ പരിപാടികൾ ഇപ്രാവശ്യം പാലക്കാട്ടുകാരുടെ ഒരുപാട് പൈസ ഈ ഫെസ്റ്റുകാർ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. അത്രയും തിരക്കുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ സോഷ്യൽ കിച്ചണിന് റോസ്റ്റൊക്കെ കഴിച്ച് വന്നു. അപ്പം ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ആയി. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.